ഇത് കുറച്ച് ദിവസത്തേക്ക് സാധനം മേടിക്കാൻ ഞങ്ങളുടെ വക ഇരിക്കട്ടെ. 32 വർഷമായിട്ട് ഉറക്കമില്ലാത്ത മോഹനേട്ടൻ. നമ്മളെല്ലാവരും കിടന്നുറങ്ങണ സമയത്ത് രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ചായക്കട തുറക്കുക. പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ് കേട്ടോ ഇത് അടച്ചിട്ട് പോവണത്. എണ്ണ പലഹാരങ്ങളും ചായയും മാത്രമാണ് ഇവിടെ കിട്ടണത്. 1982 മുതൽ ഹോട്ടലിലെ പണിയായിരുന്നു അത്രേ. അതിനുശേഷമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ചായക്കടയൊക്കെ തുടങ്ങിയത്. കത്തിരിക്ക ബജ്ജി കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത് തന്നെ. ആ വലിയ കത്തിരിക്ക ഇങ്ങനെ മുറിച്ച് ഈ മാവിൽ മുക്കി വറുത്ത് തരികയാണ് ചെയ്യുക. പിന്നെയും ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി പപ്പട ബജ്ജി. പപ്പട വടാന്നെല്ലാം കിട്ടുന്നുണ്ട്, ഇത് പക്ഷെ കണ്ടിട്ടേ ഇല്ല. ഇത് കൂടാതെ പഴംപൊരിയും ബോണ്ടയും ഒക്കെ ആയിട്ട് 3-4 കൂട്ടം പലഹാരങ്ങൾ എല്ലാ ദിവസവും കാണും. മോഹനേട്ടന്റെ മോള് മോനിഷയാണ് മെസ്സേജ് അയക്കണത്. കടയുടെ സമയം കേട്ടപ്പോൾ തന്നെ എന്റെ സംശയം ഇത് ആരാണ് ഈ നട്ടപ്പാതിരാത്രി ചായ കുടിക്കാൻ പോണേന്നായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. മോഹനേട്ടന്റെ ഈ ചായക്കട മാത്രം പ്രതീക്ഷിച്ചു വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മാർക്കറ്റിനകത്ത് ലോഡ് ഇറക്കാൻ വരുന്നവരും ലോറി ഡ്രൈവർമാരും ഒക്കെ ആയിട്ട്. ഈ പരിസരത്ത് വേറൊരു കട പോലും ഈ സമയത്തൊന്നുമില്ല താനും. അപ്പോൾ രാത്രിയിലൊക്കെ ഒരു വൈബടിച്ച് ചായ കുടിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ മോഹനേട്ടന്റെ കടയുടെ ലൊക്കേഷൻ ഒന്ന് ഓർമ്മിച്ചു വെച്ചോളൂ. തിരുവനന്തപുരം ജില്ലയിലെ ചാല മാർക്കറ്റിനകത്ത് ഫാത്തിമ മാത മലങ്കര സുറിയാനി ചർച്ചിന്റെ തൊട്ട് ചേർന്നിട്ടാണ്.